ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടന്നുവെന്നും വിഷയത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നും UDF ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, കൺവീനർ അഷ്റഫ് കോക്കൂർ എന്നിവരാണ് വാർത്താസമ്മേളനം നടത്തിയത്. ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായും നേതാക്കൾ പറഞ്ഞു. സമര പോരാട്ടങ്ങളുടെ ആദ്യ പടിയെന്നോണം 24-ന് രാവിലെ ചമ്രവട്ടത്ത് UDF ജില്ലാ കമ്മിറ്റി ചെയർമാനും കൺവീനർ അഷ്റഫ് കോക്കൂരും ഏകദിന ഉപവാസം നടത്തും. പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ AP അനിൽകുമാർ, P അബ്ദുൽ ഹമീദ്, കുറുക്കോടി മൊയ്തീൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, P ഉബൈദുള്ള എന്നിവരും ആര്യാടൻ ഷൗക്കത്ത്, അബ്ദുറഹ്മാൻ രണ്ടത്താണി, VS ജോയ് തുടങ്ങിയവരും സംബന്ധിക്കും. ചമ്രവട്ടം പദ്ധതി തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനമായി നടന്നു. പക്ഷേ ഇന്നും അതിന് പണം വളരെ ഭീമമായ തുക ചെലവഴിച്ചിട്ടുണ്ട്. ആ ചമ്രവട്ടം റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൃഷിക്കോ കുടിവെള്ളത്തിനോ യാതൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയിലായി ഞങ്ങൾ പല സമരം ചെയ്തു. ഡൽഹി IIT റിപ്പോർട്ട് അതിന്റെ ചോർച്ച നിർത്തുന്നതിന് വേണ്ടി, അതിന്റെ ഷീറ്റുകൾ മാറ്റുന്നതിന്. പക്ഷെ IIT ഡൽഹിയുടെ റിപ്പോർട്ട് മറികടന്നുകൊണ്ട് ബഹുമാന്യനായ കൃഷിക്കുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ, KT ജലീൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കത്തിന്റെ പേരിൽ ഇന്ത്യൻ നിർമ്മിത ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം വിദേശ നിർമ്മിത ഷീറ്റുകൾ ഇതിന് കട്ടി കുറഞ്ഞ, കനം കുറഞ്ഞ ഷീറ്റുകൾ ഉപയോഗിക്കുന്ന ജലീലിന്റെ ഒരു കത്തിന്റെ പേരിൽ അവിടെ കരാറുകാരന് അമിത ലാഭം ഉണ്ടാക്കുന്നത് 6 കോടി അവർക്ക് മാറ്റിക്കൊടുത്തില്ല. കോൺട്രാക്റ്റിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻ മറികടന്നുകൊണ്ട്, IIT-യുടെ പഠന റിപ്പോർട്ട് മറികടന്നുകൊണ്ട് KT ജലീലിന്റെ ഒരു കത്തിന്റെ പേരിൽ, KT ജലീല് ഇതിനെ കുറിച്ച് പഠിച്ച വിദഗ്ധനൊന്നുമല്ല. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കൊടുത്തൊരു കത്തിന്റെ മുകളിൽ ആ കരാർ മാറ്റിക്കൊടുത്ത കരാറുകാരുടെ അമിത ലാഭം ഉണ്ടാക്കി. എന്നിട്ട് ഇതുവരെ ചോർച്ച നിർത്തുന്ന പണിയൊന്നുമായിട്ട് ഇതുവരെ സർക്കാർ ഖജനാവിൽ നിന്നും 200 കോടിയിലധികം രൂപ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചുവെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Claris Designer Jewelry, Calicut Road, Perindalmanna.